സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു സ്റ്റാഫ് ലഹരി കേസിൽ അറസ്റ്റിലായിരിക്കുന്നു. വെറും സ്റ്റാഫല്ല, മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ആണ് പിടിയിലായിരിക്കുന്നത്. പിടിച്ചത് രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പിണറായിയുടെ പോലീസ് അല്ല, സാക്ഷാൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ്. കൈരളിയും ദേശാഭിമാനിയുമാണ് പിന്നിൽ നിന്നൊന്നും പറയരുതേ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായാണ് പോലീസ് ഇയാളെ തൂക്കിയത്. കൂടെ സജീവ കോൺഗ്രസ് പ്രവർത്തകരായ ചിലരും അകത്തായിട്ടുണ്ടത്രേ. ഇയാൾ മുഖ്യമന്ത്രിക്കൊപ്പം വരുന്നതും പോകുന്നതുമെല്ലാം ദൃശ്യം സഹിതം പുറത്തു വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇയാളുടെ വീട്ടിൽ പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. പതിവ് പോലെ നമ്മുടെ പത്രങ്ങൾ ഇതൊന്നും അറിഞ്ഞിട്ടേയില്ല. അറിഞ്ഞ പത്രങ്ങൾക്ക് ആ വാർത്തയിൽ വലിയ പ്രാധാന്യം തോന്നിയിട്ടുമില്ല. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തായിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ സ്റ്റാഫ് ആരെങ്കിലും ഒരു ബീഡി വലിച്ചാൽ പോലും വാർത്തയാകുമായിരുന്നു. കോമഡി ഇതൊന്നും അല്ല. പിണറായിയുടെ കാലത്ത് ഈ തൂഫാൻ മോഡൽ പദ്ധതി ഒന്നും നടപ്പിലാക്കാതെ ലഹരി സംഘങ്ങൾക്ക് വളരാൻ സൗകര്യമൊരുക്കിയെന്നും അവരെയാണ് ഇപ്പോൾ പിടിക്കുന്നതെന്നുമാണ് സോഷ്യൽ മീഡിയയിലെ നമ്മുടെ മാങ്കൂട്ടത്തിന്റെ സൈബർ കോഴിപ്പട പ്രചരിപ്പിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് ഭരണത്തിൽ കോൺഗ്രസ് ആഭ്യന്തര മന്ത്രിയുടെ പോലീസ് പിടിക്കുന്നതേറെയും കോൺഗ്രസുകാരെ. അപ്പോ പിണറായിയുടെ ഭരണകാലത്ത് ഈ കൊങ്ങുകളുടെയൊക്കെ പണി ലഹരി കടത്തായിരുന്നോ? ആർക്കറിയാം. ഇനി പറയാനുള്ളത് മുഖ്യമന്ത്രിയോടാണ്. അടുത്ത വാർത്താ സമ്മേളനത്തിൽ പറയാൻ പറ്റുന്ന നുണകൾ ഇപ്പോഴേ പഠിച്ചു വെക്കണം. ദേശാഭിമാനി, കൈരളി റിപ്പോർട്ടർമാർ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ വിഷയം മാറ്റണം. ലഹരി കേസിൽ പിടിയിലായ ആളെ അറിയില്ല എന്നും സതീശൻ ഞാനല്ല എന്നും മുഖ്യമന്ത്രി ഇപ്പോൾ ഇല്ല എന്നും ഒക്കെയുള്ള നുണകൾ ഇപ്പോഴേ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ടേ വരാവൂ.